ഒരു രാജ്യത്തെ പ്രകോപിപ്പിക്കാനും ജനങ്ങളിൽ രോഷവും പകയും കലാപങ്ങളും സൃഷ്ടിച്ച് സമൂഹത്തെ വിഭജിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമമായിരുന്നു അത് അവരുടെ മത സാമ്രാജ്യത്വ സ്വപ്നത്തിന്റെ രീതിയുമായിരുന്നു. ഭീകരർക്ക് വേണ്ടത് കത്തിയെരിയുന്ന ഇന്ത്യൻ തെരുവുകളായിരുന്നു. ഇന്ത്യക്ക് അതിന്റെ സമനില തെറ്റുന്നതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ഭാരതത്തിന് അങ്ങനെ സംഭവിച്ചില്ല. നമ്മൾ കാത്ത ആത്മസംയമനം ഒരിക്കലും ഒരു ദൗർബല്യമല്ല, മറിച്ച് കാടത്തത്തോട് കാടത്തം കൊണ്ട് പ്രതികരിക്കില്ല എന്ന ഒരു മഹാസംസ്കാരത്തിന്റെ ഉറച്ച തീരുമാനമാണ്. വെടിയുണ്ടകൾ കൊണ്ട് മാത്രമല്ല നാം അവരെ പരാജയപ്പെടുത്തിയത്, അസാധാരണമായ ആത്മസംയമനം കൊണ്ടും ധാർമ്മികമായ വ്യക്തത കൊണ്ടും കൂടിയാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഭാവി തീരുമാനിക്കാൻ അവരുടെ വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ നാം അനുവദിച്ചില്ല. എങ്കിലും ആത്മസംയമനത്തെ നാം അന്ധതയായി തെറ്റിദ്ധരിക്കരുത്. ജാഗ്രതയില്ലാത്ത സമാധാനം കേവലം ഒരു വ്യാമോഹം മാത്രമാണ്. ഭീകരവാദം ഒറ്റപ്പെട്ട ഒന്നല്ല, അതിന് പ്രത്യയശാസ്ത്രവും ശൃംഖലകളും ചിലപ്പോഴെങ്കിലും പ്രാദേശിക പിന്തുണയും ആവശ്യമാണ്. അതുകൊണ്ട് ഇരകളെ സ്മരിക്കുന്നതിനപ്പുറം ഈ ക്രൂരകൃത്യങ്ങൾക്ക് അവസരമൊരുക്കിയ സാഹചര്യങ്ങളെയും നാം തിരിച്ചറിയണം.